സത്യം പറയൂ. സത്യം. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാൻ. ഇതെന്താ കോടതിയോ? ആ, കോടതി തന്നെയാ. ഞാൻ ആരും കാണാതെ പായേന്റെ ഉള്ളിൽ ചുരുട്ടി വെച്ച 500 ഉറുപ്പ്യ എവിടെ? എവിടെ? ആ, അതാണ് എന്നോട് ചോദിച്ചത്. പൊന്നാറുമ്മിക്കുട്ടിമ്മ, ഞാൻ എത്ര ദിവസമായി പായ കടന്നിട്ട്, പിന്നെ ഇങ്ങനെ അറിയാം? ഇച്ച് പായ കടന്നോ പറമ്പ് കടന്നോന്ന് ഞമ്മക്കറിയണ്ട. എന്റെ 500 ഉറുപ്പ്യ എവിടെ പോയെന്നാ ചോദിച്ചത്. അത് നിങ്ങൾ തന്നെ അറിയാതെ എടുത്ത് ചെലവാക്കിയിട്ടുണ്ടാവും. ഞാനാ 500 ഉറുപ്പ്യ? എവിടെ നിങ്ങൾ പറയണ 500? അതിലാകെ ഞാൻ കണ്ടത് 50 ഉറുപ്പ്യ. അങ്ങനെ വരട്ടെ. ഇപ്പൊ എനിക്ക് ഉറപ്പായി 50-നെ 500 ആക്കി പറഞ്ഞത് ഈ ഉമ്മിക്കുട്ടീന്റെ ഒരു കൗസല. ഈ ജിഞ്ഞിങ്ങട്ട് വാ. ഇമ്മാതിരി കളവ് പറയണ അനക്ക് പച്ച വെള്ളം നമ്മള് തരൂല. സുമതിയാ രാവിലെ തന്നെ തുടങ്ങിയോ? ആ ഒക്കെ പോട്ടെ. നിങ്ങൾ പേരുന്നാ വരുന്നേ? അറിഞ്ഞില്ലേ, സജിനാത്ത പ്രസവിച്ചു. 3 ദിവസമായി. ഇന്നലെ ആശുപത്രിയിൽ നിന്ന് പോന്നത്. എന്താ കുട്ടി? ആൺകുട്ടിയാ. പടച്ചോൻ കാത്തു. ഓളുടെ ആദ്യത്തേത് പെൺകുട്ടിയാന്ന് അറിഞ്ഞപ്പോ തന്നെ എനിക്ക് വലിയ സങ്കടം. ഞമ്മക്ക് അവിടെ വരെ പോയിട്ട് ആ കുട്ടീനെ കണ്ടിട്ട് വരാം. ഇജ്ജ് പോരുന്നേ? പിന്നെ പ്രസവിച്ചേ കാണാൻ പോവാ, പള്ള കാണാൻ പോവാ, ഇതൊക്കെ പണ്ടേ എനിക്ക് ഭയങ്കര ഹരമുള്ള സംഗതിയാ. പടച്ചോനെ. പോയി ആടെ ചെന്നിട്ട് തൊള്ളയെ തോന്നിയതൊന്നും വിളിച്ചു തരാൻ നിൽക്കണ്ട. അന്റെ തൊള്ളക്ക് ലൈസൻസ് ഇല്ല. ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോ കുറച്ചൊക്കെ പവർ കാണിക്കും. അതെനിക്ക് അറിയൂല. ഞാനൊരക്ഷരം മുണ്ടൂല. തള്ളനെയും കുട്ടീനെയും കാണാ തിരിച്ചു പോരാ, അത്രേ ഉള്ളൂ. ഇപ്പൊ അതൊക്കെ പറയും. അന്റെ തൊള്ള എനിക്കറിയാം. ഞാൻ മുണ്ടൂല. മുണ്ടാതെ മര്യാദയ്ക്ക് ഇങ്ങോട്ട് പോന്നോ? അല്ലോ, ഇത് വല്ലാത്തൊരു ഇടങ്ങാറായി പോയല്ലോ. നന്നായി പോയി. ഇജ്ജാടെ കുത്തിരി നന്നാക്കിക്കോ, നമ്മള് പോകും. അല്ല പിന്നെ അവിടെ നിക്കി. പഠിച്ചോനെ വരുന്നുണ്ടല്ലോ രണ്ടു. ഓലക്ക